നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ ചങ്ങമ്പള്ളി. ഇന്നത്തെ വീഡിയോയിൽ ആയുർവേദത്തിന്റെ മാത്രം പ്രത്യേകതയായ ഉഴിച്ചിൽ, തേപ്പ്, സ്വേദനം, കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ചികിത്സകളെ കുറിച്ചും അത് സാധാരണക്കാരുടെ ഹെൽത്ത് എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നും അത് പ്രായം തോന്നിക്കാതിരിക്കാനും നമ്മുടെ ഉള്ള ആരോഗ്യം സംരക്ഷിക്കുന്നതിനും എങ്ങനെ സഹായകമാകും എന്നതിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ആയുർവേദ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പഞ്ചകർമ്മ എന്ന തെറാപ്പി സിസ്റ്റം. ഇത് പറഞ്ഞ അതില് ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പഞ്ചകർമ്മ എന്ന് വെച്ചാൽ ഉഴിച്ചിൽ ആണെന്നാണ്. ഉഴിച്ചിലല്ല പഞ്ചകർമ്മ. പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ 5 ക്രിയകളുണ്ട്. അതെന്ന് പറഞ്ഞാല് വമനം, വിരേചനം, നസ്യം, ബസ്തി, ധൂമം, രക്തമോക്ഷം, ഇങ്ങനെ 5 ക്രിയകളാണ്. ഈ ക്രിയകൾക്ക് ബോഡിയെ സജ്ജമാക്കുന്ന മെത്തേഡുകളാണ് ഉഴിച്ചിലും കിഴികളും. അല്ലെങ്കിൽ കിഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലതരം കിഴികളുണ്ട്. അതിപ്പോ വെറ്റായിട്ടുള്ള മെഡിസിൻ കൊണ്ട് ചെയ്യുന്നതുണ്ട്, ഡ്രൈ ആയിട്ടുള്ള മരുന്നുകളെ കൊണ്ട് ചെയ്യുന്നുണ്ട്, ഇലകൾ കൊണ്ട് ചെയ്യുന്നതുണ്ട്, പൊടികൾ ഉപയോഗിച്ച് ചെയ്യുന്നതുണ്ട്. അതുകൂടാതെ പലതരം മിനറൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന കിഴികളുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കിഴികളുണ്ട്. അപ്പൊ അത് നമ്മൾ ആളുടെ എങ്ങനെയാണ് ഹെൽത്ത്, അതുപോലെ ആളുടെ പ്രകൃതി എന്താണ്, അത് നോക്കിയിട്ട് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേക ചികിത്സയാണ് ഉഴിച്ചിൽ. ഉഴിച്ചിൽ എന്ന് പറയുമ്പോൾ എണ്ണ തേച്ചിട്ടുള്ള ഉഴിയലുമാണ് ഇതിൽ വരുന്നത്. അഭ്യംഗം എന്നാണ് ഇതിന് ടെക്നിക്കൽ ടേം ആയിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. ഈ അഭ്യംഗത്തിൽ നമ്മൾ എടുക്കുന്ന ഓയിലിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ചിട്ട് വെറുതെ ശരീരം സകലം എള്ളെണ്ണ തേച്ച് കുളിക്കാവുന്നതാണ്. പക്ഷെ അതുപോലെയല്ല, നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവനവന്റെ പ്രകൃതി മനസ്സിലാക്കിയ ശേഷം അഭ്യംഗത്തിനായിട്ട് ഒരു പ്രത്യേക ഓയിൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. കാരണം ഈ ഓയിലിൽ ഏതൊക്കെ മരുന്നുകൾ വെച്ച് പ്രോസസ്സ് ചെയ്തു എന്നതിനെ അപേക്ഷിച്ച് മാത്രം ഇരിക്കും അതിന്റെ ഗുണങ്ങൾ. അത് വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും എന്നോട് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഞാൻ ഉഴിച്ചിൽ ഒരുപാട് തവണ നടത്തിയതാണ്, പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ഗുണം കിട്ടിയിട്ടില്ല, അത് എന്തുകൊണ്ടാണെന്ന്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവർ ഉപയോഗിക്കുന്ന എണ്ണകളുടെ മാറ്റം. ഈ എണ്ണ നമ്മൾക്ക് ചേരുന്നതാണോ അത് വേറെ ആൾക്ക് ചേരുന്ന എണ്ണ നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ ഗുണം കിട്ടില്ല. വളരെ വ്യക്തമായിട്ട് ഉള്ള ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഉഴിയുന്ന രീതി, ഈ രീതിക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ പരമ്പരാഗതമായിട്ട് ഞാൻ ചങ്ങമ്പള്ളി ഫാമിലിയിൽ പെട്ടതായതുകൊണ്ട് പറയുമ്പോൾ അതിൽ വരുന്ന തന്നെ ഉഴിച്ചിലിന്റെ മെത്തേഡുകൾ വ്യത്യാസമുണ്ട്. അതുപോലെ കളരി ഉഴിച്ചിലുകൾ, പിന്നെ പ്രായം തോന്നിക്കാതിരിക്കാനുള്ള ഉഴിച്ചിൽ, സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഉഴിച്ചിൽ, പിന്നെ ഇന്റേണൽ ഓർഗൻസിന് വേണ്ടിയിട്ടുള്ള ഉഴിച്ചിൽ, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ ഏത് രോഗം കൊണ്ടാണോ നമ്മൾ ബുദ്ധിമുട്ടുന്നത് അതിനനുസരിച്ചിട്ടുള്ള എണ്ണ സെലക്ട് ചെയ്യലും, അതുപോലെ തന്നെ ഒഴിയുമ്പോൾ ഏത് ഭാഗത്ത് നിന്ന് ഏത് ഭാഗത്തേക്ക് എടുക്കണം. അപ്പൊ കൈയാണെങ്കിൽ കൈയിന്റെ ഷോൾഡർ മുതൽ താഴോട്ട് എടുക്കണോ, അതോ താഴെന്ന് മേലോട്ട് എടുക്കണോ, അത് കൈമുട്ട് മുതൽ മേലോട്ട് എടുക്കണോ, കൈമുട്ട് മുതൽ താഴോട്ട് എടുക്കണോ, വിരലുകൾ എങ്ങനെ ഒഴിയണം, ഇതെല്ലാം ഡിഫറെന്റ് ആണ്. ഇതാണ് ആയുർവേദത്തിലെ പഞ്ചകർമ്മയ്ക്ക് മുന്നോടിയായി ചെയ്യുന്ന ഉഴിച്ചിൽ ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യം. കാരണം ഇവിടെ പിഴച്ചു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച ഗുണം കിട്ടില്ല. മറിച്ച് ഇപ്പൊ നമ്മൾ വെറുതെ ഒരു എണ്ണ തേച്ച് ഒരു തൈലം തേച്ച് ഒഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിലിട്ട് ഒഴിഞ്ഞാൽ പോലും നമുക്കൊരു സുഖം കിട്ടും. അത് സ്കിന്നിന് കിട്ടുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് മാത്രമാണ്. ഇനി ഇതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് നോക്കാം. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഓയിൽ മോളിക്യൂൾസിന്റെ ഓയിൽ തന്മാത്രകളുടെ വലിപ്പം വളരെ കുറഞ്ഞതും, അത് നമ്മൾ ഓലിയോറെസിൻസ് എന്നാണ് പറയുക. അത് സ്കിന്നിലൂടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് ഇറങ്ങാനുള്ള കഴിവ് കൂടിയതുമായ മോളിക്യൂൾസ് ആണ് ഓയിൽ മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് നമ്മൾ പലതരം വേരുകളും മറ്റു പദാർത്ഥങ്ങളും ചേർത്ത് കാച്ചി കഴിയുമ്പോൾ ഈ മോളിക്യൂൾസിന്റെ മോളിക്കുലർ ഘടനയിലും
പിന്നെ അതിൻ്റെ അബ്സോർപ്ഷനുള്ള കഴിവിലും വ്യത്യാസങ്ങൾ വരും. ഇത് ബോഡിയുടെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും, സ്കിന്നിലെ പോസ് വഴി ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുകയും അത് വഴി മസിൽസിനും രക്തക്കൊഴലുകളിലേക്കും എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കിഡ്നി, ലിവർ മുതലായ അവയവങ്ങൾ, വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള അവയവങ്ങളിലേക്ക് കൂടി എത്തിയതിന് ശേഷമാണ് നമ്മുടെ ബോഡിക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നത്. എന്നിട്ട് ഈ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഈ പറഞ്ഞ അവയവങ്ങൾ, കിഡ്നി, ലിവർ, സ്കിൻ വഴി പുറത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഒരു ശരീരം എടുത്തു കഴിഞ്ഞാൽ തലയും മീൻസ് നട്ടെല്ലും, അത് നെർവസ് സിസ്റ്റം. ഈ നെർവസ് സിസ്റ്റത്തിനെ ആണ് എണ്ണ തേപ്പും കുളിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നെർവസ് സിസ്റ്റം ഡിസീസിനെ മാറ്റാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഇന്റേണൽ മെഡിസിൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് ഉഴിച്ചിലും കിഴികളും അതുപോലെയുള്ള പഞ്ചകർമ്മയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഈ ചികിത്സകൾ. ഇപ്പം നമ്മൾ തലയിലാണെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ തലയിൽ നിന്നാണ്. എന്നിട്ട് ആ തലയിൽ നിന്നുള്ള നെർവ്സ് നമ്മുടെ നട്ടെല്ല് വഴിയാണ് താഴോട്ട് വരുന്നത്. ഈ നെർവ്സ് 32 ജോഡി നെർവ്സ് ഉണ്ട്. ഈ നെർവ്സ് ഓരോ സൈഡിലേക്കും നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ വന്ന് അതാത് സൈഡിലേക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ബോഡിയിൽ കംപ്ലീറ്റ് ഇങ്ങനെ അതിന് വേണ്ട സപ്ലൈകൾ നടത്തുകയാണ്. നമ്മൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതും അറിയാമല്ലോ, നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പക്ഷെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ട കാര്യങ്ങളും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നെർവ്സിന് പറ്റുന്ന ക്ഷീണം, വെയർ ആൻഡ് ടയർ എല്ലാ ഏതൊരു മെഷീനുള്ള പോലെ നമ്മുടെ ബോഡിക്കും ഉണ്ട്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഉഴിച്ചിൽ നമ്മൾ നട്ടെല്ലിൻ്റെ ഓരോ കശേരുക്കളുടെയും ഇടയിലും അതിന് പോകുന്ന നെർവ്സിനെയും ഉഴിച്ചിൽ നടത്തുകയാണ് ചെയ്യുന്നത്. ഇതുവഴി നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേഷൻ കൂടും. പിന്നെ നമ്മൾ രക്തക്കൊഴലുകളിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകളും കൊഴുപ്പും, ഇപ്പോൾ നമ്മൾ ഹൃദയരോഗത്തിന് വരെ കാരണമാകുന്നതും അതുപോലെ വെരിക്കോസ് വെയിന് വേണ്ടി ഒക്കെ കാരണമാകുന്നതുമായ രക്തക്കുഴലിൽ അടിഞ്ഞുകൂടുന്ന വേസ്റ്റുകളും ഇതുവഴി തന്നെ കുറക്കാൻ പറ്റും. പിന്നെ ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലിംഫിനെ ഉത്തേജിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ മൂവ്മെൻ്റ് ആണ്. നമ്മൾ പ്രഷർ കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചൊഴിയുന്നതാണ് ആ വഴിയിലുള്ള സർക്കുലേഷനാണ് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. മറ്റൊരു മാർഗം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഉഴിച്ചിൽ എന്ന ട്രീറ്റ്മെന്റിൽ. ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കർക്കിടകമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ട്. പലരും എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ഒരു വീഡിയോ ഇടണം. കാരണം മഴക്കാലത്ത് ചികിത്സകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഉഴിച്ചിൽ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ് എന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ മഴക്കാലത്ത് ഉഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് മഴയും പിന്നെ ഇതിൻ്റെ കാലാവസ്ഥയുടെ ഭാഗമായിട്ട് ബോഡി ഒന്ന് ഷ്രിങ്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ നമ്മളെ ബോഡിക്ക് ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്തായാലും നമ്മുടെ ബോഡി നിലനിർത്തും. എന്നിരുന്നാൽ പോലും ബോഡി തണുപ്പിൻ്റെ കൊണ്ടുള്ള ചില സ്റ്റിഫ്നെസ്സുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയത്ത് എണ്ണ തേച്ച് ഒഴിയുന്നത് വഴി ഈ സ്റ്റിഫ്നെസ്സും മറികടക്കുകയും ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉള്ള പോഷകങ്ങൾ കറക്റ്റ് ഓരോ അവയവങ്ങൾക്കും വേണ്ട രീതിയിൽ എത്തിക്കാനും ഉഴിച്ചിലിന് കഴിയും. അത് പലരും വിചാരിക്കുന്നത് സ്കിന്നിന് മാത്രമാണ് ഉഴിച്ചിലുകൊണ്ടുള്ള ഗുണം എന്നാണ്. അല്ല, അങ്ങനെയല്ല. സ്കിന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾ പ്രായമാവുന്നതിൻ്റെ ഏറ്റവും അവസാന ലക്ഷണമായിട്ട് നമ്മൾ കാണുന്ന സ്കിന്നിലെ ചുളിവുകൾ കുറക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ഈ ഉഴിച്ചിൽ. അത് ആ ഉഴിച്ചിലിൻ്റെ രീതിയാണ് പ്രധാനം. ഇപ്പം നമ്മൾ നെറ്റിയുടെ ഈ 2 സൈഡിലാണെങ്കിൽ നമ്മുടെയൊക്കെ മെത്തേഡ് അനുസരിച്ച് അവിടെയൊക്കെ ഒഴിയുന്നതിന് പ്രത്യേകത ഉണ്ട്. അതാണ് ശരിക്കും പ്രായക്കുറവ് തോന്നിക്കുന്നതിനും പിന്നെ ഒരു 35 വയസ്സിനൊക്കെ ശേഷം ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനുള്ള ഇതുപോലെ ചില സെൻറ്റേഴ്സ് ഉണ്ട്. കഴുത്തിൻ്റെ 2 സൈഡ്, ബാക്കിൽ, തലയുടെ ബാക്കിൽ ഈ 2 സൈഡാണ് ഇവിടെ. പിന്നെ അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേക രീതിയിലുള്ള മസാജുകളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ അതിന് യുക്തമായ എണ്ണകൾ ഉപയോഗിച്ച് ഒഴിയുമ്പോൾ ഈ ഭാഗങ്ങളിലേക്കുള്ള സർക്കുലേഷൻ കൂടുകയും സ്കിന്നിനുള്ള പൊതുവായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇത് മുഖത്തെ സ്കിന്നിന് മാത്രമല്ല മൊത്തം സ്കിന്നിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഷോൾഡറിൽ
ബാക്കിലും ഒക്കെ പല പോയിന്റ്സും ഉണ്ട്. അപ്പം നമ്മൾ നീട്ടി ഒഴിയുമ്പോൾ അതിന് യുക്തമായ എണ്ണകൾ ഉപയോഗിച്ച് നീട്ടി ഒഴിയുമ്പോൾ ഈ ഓരോ ഭാഗങ്ങളിൽ ഉത്തേജനം വഴി സ്കിന്നിൽ പൊതുവായി വരുന്ന ചുളിവുകൾ കുറഞ്ഞു തുടങ്ങും. അതിന് നമ്മൾ ആയുർവേദത്തിൽ പറയുക തൊലിയുടെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗൻസിന്റെ ആരോഗ്യം തന്നെയാണ് തൊലിയുടെ ആരോഗ്യം. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്, ഏജിങ്ങിന്റെ അവസാന ലക്ഷണമാണ് നമ്മൾ സ്കിന്നിൽ കാണുന്നത്. അപ്പൊ ഇവിടുന്ന് ഇത് നമ്മൾ ഒഴിച്ചിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന വ്യത്യാസം നമ്മൾ കാണുന്നതും ഈ സ്കിന്നിൽ തന്നെയാണ്. ഇത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുകയും അതിൻ്റെ ഒരു അൺഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും, അത് മാറ്റി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് അവസാനത്തിലാണെങ്കിൽ തുടക്കം ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ബ്ലഡ് വെസൽസ്, അതിനും താഴോട്ട് മസിൽസ്, അതിനും താഴോട്ട് ഓരോ ഫാറ്റ് ബോഡീസ്, അങ്ങനെ ഇന്റേണൽ ഓർഗൻ വരെ ഇതിൻ്റെ ഗുണങ്ങൾ ഓരോന്നോരോന്നായി പിന്നീട് ലഭിച്ചു തുടങ്ങും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് സ്കിന്നിലെ ചുളിവുകളിലാണ് കാണുക. പക്ഷെ നമ്മൾ മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴുള്ള പോലെ സ്കിന്നിലെ ചുളിവുകൾ ഇത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും പ്രത്യേകിച്ച് എല്ലാ വർഷവും ഇതുപോലെ ഒഴിച്ചിലുകൾ നടത്തുന്ന ആളുകൾക്ക് വളരെ കുറവാണ്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഇന്റേണൽ ഓർഗൻസിന് കൂടി ഈ ഓയിലുകൾ മെഡിസിൻ എന്ന രൂപത്തിൽ ഉള്ളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് ഈ ഗുണം കിട്ടുന്നത്. നമ്മളിപ്പോൾ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എന്നതിൽ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി മൂവ്മെന്റ് ഉണ്ടാക്കുകയും ആ മൂവ്മെന്റ് വഴി നമ്മുടെ ബോഡിയിൽ ചില കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്രയോ ഇരട്ടിയാണ് ഈ എണ്ണ തേപ്പ് വഴിയും പിന്നെ ഒഴിച്ചിൽ വഴിയും കിട്ടുന്ന ഗുണങ്ങൾ. അപ്പൊ ഇത് നമുക്ക് എല്ലാറ്റിനും ഉപരി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ചികിത്സ വേറെയില്ല. നമ്മുടെ ആചാര്യന്മാര് നമ്മുടെ ഭാരതത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഈ മെത്തേഡ് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് ഒഴിച്ചിലിനെ പറ്റി ഇത്രയും പറഞ്ഞ സ്ഥിതിയിൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. അത് നമ്മുടെ കേരളത്തിലെ പ്രകൃതിക്കനുസരിച്ചും ഇവിടുത്തെ വെള്ളം വായു ഇതിനനുസരിച്ചുള്ള പ്രകൃതിയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണ എള്ളെണ്ണയാണ്, വെളിച്ചെണ്ണയേക്കാളും. ഈ കാലത്ത് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ, ഇപ്പോഴുള്ള നമ്മളെ വേരിയേഷൻസ്, കാലാവസ്ഥയിലുള്ള പല വ്യതിയാനങ്ങളും അതൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ആയുർവേദത്തിൽ അതിൻ്റെ മെത്തേഡ് ഉണ്ട്. വെള്ളത്തിൻ്റെ സ്വഭാവം മാറും, നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ സ്വഭാവം മാറും, നമ്മൾ മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള വെജിറ്റബിൾസ് ആണല്ലോ നമ്മൾ കഴിക്കുന്നത്, അതുവഴി നമുക്ക് കിട്ടുന്ന മിനറൽസിൻ്റെ സ്വഭാവം മാറും. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു ഓയിൽ പറയുന്നത്. എള്ളെണ്ണ ആണ് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ആയുർവേദ സെന്ററുകളിലൊക്കെ ചെന്ന് അതിൻ്റെ വ്യക്തമായ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എള്ളെണ്ണ ഉപയോഗിച്ച് ശരീരമാസകലം വെറുതെ നമ്മൾ സാധാരണ നിലയ്ക്ക് എണ്ണ തേക്കുന്ന പോലെ എണ്ണ തേക്കുകയും കൈകളും കാലുകളും നന്നായി തടവുന്നതും, ഞാൻ ഉദ്ദേശിക്കുന്നത് കൈയിൻ്റെ അടിയും കാലിൻ്റെ അടിയും നന്നായി തടവി വിരലുകളുടെ ജോയിൻസും മെല്ലെ മെല്ലെ തടവി കൊടുക്കുന്നത് അവനവനിക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് വളരെയേറെ ഗുണം ചെയ്യും. ഇതിൽ കൂടുതൽ ഗുണം കിട്ടേണ്ട രീതിയിലുള്ള ചികിത്സകൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു മഴക്കാലം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.